ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടതാണേ. മോനൂട്ടൻ വീണ്ടും വന്ന് കുളമാക്കി. അപ്പോൾ ഞാൻ റൂമിലോട്ട് വന്നപ്പോൾ വീണ്ടും അത് കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇന്നപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കെയർ ഡേ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുകയും വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കാറ്റൊക്കെ ഒന്ന് കയറട്ടെ, വെളിച്ചമൊക്കെ കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് തുറക്കുകയാണേ. ഇനി എൻ്റെ സെൽഫ് കെയറും ചെയ്യണം, കൂടെ തന്നെ അടുക്കള പണിയും എല്ലാം ഉണ്ട്. മോനു ആണെങ്കിൽ അടുത്തിരുന്ന കമ്പെടുത്ത് അവൻ എന്നെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൻ എനിക്ക് പേടി, ചില സമയത്തൊക്കെ ദേഹത്ത് കൊള്ളും കേട്ടോ. അവൻ കളിക്കുന്നതാണ്, പക്ഷെ നന്നായിട്ട് കിട്ടും ചിലപ്പോൾ. പിന്നെ എൻ്റെതൊരു സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ പിമ്പിൾസ് ഇടയ്ക്കിടയ്ക്ക് വരും. അതിൻ്റെ പാടുകളും ഉണ്ട്. ഈ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷാണ് നീമിൻ്റെ ഫേസ് വാഷ്. അടിപൊളി ഫേസ് വാഷാണ്, ട്രസ്റ്റ് മീ ഗൈസ്. നമുക്ക് പിമ്പിൾസ് വരുന്നത് നന്നായിട്ടത് കുറയ്ക്കും. അതിൻ്റെ പാടുകളൊന്നും മാറത്തില്ല, അതിന് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തേ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മുടെ പിമ്പിൾസ് വരുന്നതിൻ്റെ ആ ഒരു ഇതില്ലേ, അതങ്ങ് കുറയ്ക്കും, ആ നമ്പേഴ്സ് കുറയ്ക്കും കേട്ടോ. എനിക്ക് നന്നായിട്ടത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്ട്സ് ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കും. ഞാൻ താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഇട്ടതിന് ശേഷം ഞാൻ റേസർ കൊണ്ട് നമ്മുടെ ഹെയറൊക്കെ ഒന്ന് റിമൂവ് ആക്കുകയാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, ഈ റേസർ തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര ഷാർപ്പായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫേസിലോട്ട് വെക്കരുത്. കാരണം മുറിവുകൾ വരും, ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഞാൻ ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചേ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇതിലെ ഗോതമ്പ് പൊടി, പിന്നെ തൈര്, പിന്നെ എന്താണ് എടുത്തത്, കോഫി പൗഡർ. ഈ 3 സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് 3 ഇട്ടിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കിയത്. ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഭയങ്കര ഇറുകുന്ന രീതിയിൽ ഒരിക്കലും വെക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഇതിനിടയ്ക്ക് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നേ. അപ്പോൾ ഇനിയിപ്പം ഉച്ചയൂണിൻ്റെ പരിപാടികളുണ്ട്, അതൊക്കെ നോക്കണം. അതിനിടയ്ക്ക് ഇതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചേ. എല്ലാ ദിവസവും അതും കൂടി കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഈ ബ്രഷ് കണ്ടപ്പോൾ ഫേസ് കഴുകാനുള്ളതാണെന്ന് നിങ്ങൾ കരുതിയോ? ആ സമയം ഉണങ്ങുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഈ വാഷ് ബേസിനൊന്ന് കഴുകാമെന്ന് വിചാരിച്ചേ. നല്ല കുറച്ച് അഴുക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സമയത്തിന് ചെയ്തങ്ങ് പോണതാണ് നല്ലത് കേട്ടോ. അങ്ങനെ വാഷ് ബേസിൻ ഞാൻ കഴുകി. കുറച്ച് പാത്രങ്ങളുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ, അപ്പോൾ അതും കൂടി കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പെട്ടെന്ന് അത് തന്നെ ക്ലീൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും കയറി വരുന്നത്. ആ സമയത്ത് പിന്നെ വാഷ് ബേസിൽ കൈ കഴുകാൻ പോകും, അയ്യോ ഇതെന്തുവാണ്, ഇവർ വൃത്തിയില്ലാതെയാണോ നോക്കണം, അങ്ങനെയൊക്കെ തോന്നും. നമ്മൾ എന്നും കഴുകുന്നതായിരിക്കും. കുറച്ച് അഴുക്കായി തുടങ്ങുമ്പോൾ കഴിയില്ലെങ്കിലുള്ള പ്രശ്നം അതാണ് കേട്ടോ. എനിക്ക് ചില സമയത്ത് അമ്പളി പറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഫേസിലുള്ള ഇതെല്ലാം നന്നായിട്ട് മുറുകിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഊണിന് നമ്മൾ ചോറൊക്കെ വാർത്ത് വെച്ചു. നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ഇടണം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ മടിയാണ് എനിക്ക്. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ മുടിയിൽ താളി ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ താളിയില്ലേ, അതും നമ്മുടെ പൂവും കൂടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിലാണ് ഞാൻ അരച്ചെടുത്തത്. എന്നിട്ട് നന്നായിട്ട് തലയിൽ തേച്ചിട്ട് ഞാൻ ഒരു 5-10 മിനിറ്റ് ഇട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നേ. അപ്പോഴത്തേക്കും മോനൂട്ടിനും വന്ന് അവൻ പിന്നെ സമ്മതിക്കില്ല കേട്ടോ.
എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യൂ. വാസലിൻ ലിപ് ബാം. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നേ, കാണിക്കാമെന്ന് അത് പറഞ്ഞിട്ടുണ്ട്. ഇനി 2-3 ലിപ്സ്റ്റിക്കും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യും. ഞാൻ വിചാരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഇങ്ങനെ വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാമല്ലോ. അപ്പോൾ പിന്നെ ഞാനിന്ന് കണ്ണെഴുതി. പിന്നെ ഇനി ഊണ് കഴിക്കണം, പുറത്തോട്ടൊന്ന് പോകണം കേട്ടോ. അങ്ങനെ ഈ ടോപ്പ് ഞാൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ടോപ്പ്. എനിക്ക് വീട്ടിലകത്തും പുറത്തും ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കോട്ടനാണ് സംഗതി. പിന്നെ പല്ലാസോ ഇതും ഭയങ്കര ഒരു ഫ്രീ ഒരു പാവാട പോലെ സ്കേർട്ട് പോലെ കിടക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുടി ഉണങ്ങിയിട്ടില്ല, ഇനി ഉണക്കിയിട്ട് പോകാനുള്ള നടപ്പൊന്നുമില്ല കേട്ടോ. ഫുഡെല്ലാം കഴിച്ചു. എന്നിട്ട് ഇനി നമ്മൾ പുറത്തോട്ടൊന്ന് പോവുകയാണേ. അങ്ങനെ അപ്പോൾ ഈ നല്ല ടോപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സുഖമാണ് ഇടാൻ വേണ്ടി. കോട്ടൺ ആയതുകൊണ്ട് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാവേ, നിങ്ങൾ ചെക്ക് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പോയിട്ട് വരാം. ഇവിടെ അടുത്ത് വരെയാണ് പോകുന്നത്. കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും തന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയപ്പം തന്നെ മനസ്സിലായി വണ്ടി പഞ്ചറാണെന്ന്. പിന്നെ നമ്മൾ അതിൽ തന്നെ വന്നു. എന്നിട്ട് നമ്മൾ പഞ്ചർ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് വന്നു കേട്ടോ. അങ്ങനെ അവിടെ പോസ്റ്റായി കുറച്ച് നേരം. പിന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. ഒരു 4 മണിയൊക്കെ ആയി കേട്ടോ. പിന്നെ അപ്പോൾ മോനിന് വിശക്കുന്ന സമയമായി. പിന്നെ ഞാനൊരു കുറുക്ക് പോലെ, അതായത് അവൻ കഴിക്കാത്ത സംഭവങ്ങൾ മാത്രം അടിച്ചിട്ടൊക്കെ കൊടുക്കുന്നത്, നട്ട്സും പഴവും കുറച്ച് പാലും ഒക്കെ ചേർത്തിട്ട്. അത് എപ്പോഴും കൊടുക്കില്ല, കാരണം ഇത് ഭയങ്കര പാടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആൾക്ക് ഒട്ടും ഇഷ്ടമല്ല. എങ്ങനെ കൊടുത്താലും, നമ്മൾ പഴമായിട്ട് കൊടുത്താലും കഴിക്കത്തില്ല, നമ്മൾ അല്ലാതെ കൊടുത്താൽ റോ ആയിട്ട് കൊടുത്താലും കഴിക്കത്തില്ല, അല്ലാതെ നമ്മൾ അടിച്ചു കൊടുത്താലും കഴിക്കത്തില്ല. ഞാൻ പിന്നെ കുടിച്ച് കാണിക്കുകയാണ് സൂപ്പറാണെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇനി എങ്ങനെയെങ്കിലും ഒരു ഗ്ലാസ് വയറ്റിലെത്തിക്കണം. അങ്ങനെ ഭയങ്കര പാടാണ് ആ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ. ലവ് യു ഓൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.